കിങ്ഡം. ഗൗതം തിന്നനൂറി സംവിധാനം ചെയ്ത് വിജയ് ദേവരകൊണ്ട നായകനായി അഭിനയിച്ച കിങ്ഡം. ജേഴ്സി എന്ന സിനിമയ്ക്ക് ശേഷം ഗൗതം സംവിധാനം ചെയ്യുന്ന സിനിമ. വർഷങ്ങളായി തുടരെ ബോംബ് പൊട്ടിച്ചുകൊണ്ട് നടന്നിരുന്ന വിജയ് ദേവരകൊണ്ടയുടെ ഒരു തിരിച്ചുവരവായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ വന്ന ട്രെയിലറും സിനിമയും. അനിരുദ്ധിന്റെ കിടുക്കാച്ചി BGM, റിലീസിന് മുന്നേ തന്നെ ട്രെൻഡായ BGM. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കിങ്ഡം ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോയ്ക്ക് തന്നെ കയറി. ഇനി പടത്തിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളടുത്ത് ഒരു കഥ പറയാം. നാട്ടിൽ അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു നായകൻ. അയാൾ അവിചാരിതമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന്റെ പുറത്ത് മറ്റൊരു നാട്ടിലേക്ക് എത്തുന്നു. നാട് വിട്ടുപോയി മറ്റൊരു നാട്ടിൽ കാലുകുത്തുന്നു. ഈ കാലുകുത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത്തിരി പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ സാധാരണ നമുക്ക് ചുറ്റും കാണുന്ന ഒരു ലോകമൊന്നും അല്ല അവിടെ. അവിടുത്തെ ആളുകളെല്ലാം അടിച്ചമർത്തപ്പെട്ട ആളുകളാണ്. അവരങ്ങനെ ഒരാളുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ കീഴിലോ ഒക്കെ ഭയങ്കര പേടിച്ച് എന്താ പറയാ അങ്ങ് നശിച്ചു കിടക്കുന്ന ഒരു ജനത. ഇവരെ ഈ നരകത്തിൽ നിന്നും രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരുമെന്ന്, ഒരു നായകൻ വരുമെന്ന്, അല്ലെങ്കിൽ ഒരു ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് അവതരിക്കുമെന്ന് പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് ഈ വില്ലന്മാരുടെ എല്ലാ ദുഷ്ടത്തരവും സഹിച്ചും പുറത്തും ജീവിക്കുന്ന കുറെ പാവ മനുഷ്യരുള്ള ഒരു സ്ഥലം. അവിടേക്കാണ് നമ്മുടെ നായകൻ വരുന്നത്. ഈ നായകൻ പതുക്കെ അവരുടെ ഒരാളായി മാറുന്നു. പതുക്കെ ആളുകളും തിരിച്ചറിയുന്നു ഈ നായകനാണ് നമ്മളെ രക്ഷിക്കാൻ വന്ന ദൈവപുത്രൻ എന്ന് തിരിച്ചറിയുന്നു. ഒടുവിൽ എല്ലാവരും കൂടി കൈകൂപ്പി തൊഴുന്നു. ഇതാണ് കഥ. ഈ കഥ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും സിനിമകൾ വന്നു പോയിട്ടുണ്ടാവില്ല. എൻ്റെ മനസ്സിൽ തോന്നിയത് KGF ഓഫ് കോഴ്സ്, പിന്നെ ബാഹുബലിയുടെ കുറച്ച് പോർഷൻസ്, പിന്നെ നമ്മുടെ കൾട്ട് ക്ലാസിക് 1000-ലൊരുവൻ, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നോക്കുകയാണെങ്കിൽ റെട്രോ. ഇതിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഈ ഒരു ടെംപ്ലേറ്റ് അല്ലേ, ഇതിൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് സിനിമകളിലുണ്ട്. നമ്മുടെ പ്രഭാസിന്റെ ഛത്രപതി, അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റ് കണ്ടിട്ടുണ്ട്. ആ ഒരു ടെംപ്ലേറ്റ് പിടിച്ചിട്ടുള്ളൊരു പടം തന്നെയാണ് കിങ്ഡം. പടം നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ തുടങ്ങി. കുറച്ച് ഇമോഷണൽ രംഗങ്ങളും നായകന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റും ഒക്കെ കാണിച്ച് ഇങ്ങനെ പോകുന്നു. അതിനിടയിൽ പതുക്കെ 1-2 ഫൈറ്റ് വരുന്നു. കഥ ഒന്ന് മാറി മറിയുന്നുണ്ട്. ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുന്നുണ്ട്. ചില എലവേഷൻ സീൻസ് ഒക്കെ ഇങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്ത് വന്നിട്ട് അനിരുദ്ധിന്റെ BGM ഇട്ട് കത്തിക്കുന്നുണ്ട്. പിന്നെ കുറെ ചേസ് സീൻസ് വരുന്നുണ്ട്. ബോട്ട് ചേസ്, ട്രക്ക് ചേസ്, അങ്ങനെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാഴ്ചകളൊക്കെ സിനിമയിൽ വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുചെന്ന് ഒരു ഇന്റർവെൽ ബ്ലോക്കിലോട്ട് എത്തുമ്പം അൾട്ടിമേറ്റ് രോമാഞ്ചമാണ്. പ്രത്യേകിച്ച് അനിരുദ്ധിന്റെ ആ BGM കൂടി കയറുമ്പോൾ തിയേറ്ററിലിരുന്ന് അങ്ങ് രോമാഞ്ചം കൊള്ളുകയായിരുന്നു ഇന്റർവെൽ ബ്ലോക്കിൽ. പക്ഷേ ഇന്റർവെൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് പടം കയറിയപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എവിടെ പീക്കിൽ കൊണ്ട് നിർത്തിയോ അവിടെ നിന്ന് ഒരൊറ്റ ഇടലാണ് താഴേക്ക്. സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ കാണിക്കുന്നു, ഒരു പിടുത്തമില്ല. ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൽ റെഡ് വെഡിങ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സീനൊക്കെ ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫിൽ കാണാം. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ മീൻസ് ബ്ലഡ് ഷെഡ് ആണ് എങ്കിലും ഭംഗിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് വയലൻസ് ഒക്കെ. പക്ഷേ കാണുന്ന നമുക്ക് അതുമായിട്ടൊരു കണക്ഷനോ അല്ലെങ്കിൽ ഒരു ഇമോഷനോ ഒന്നും അങ്ങനെ തോന്നുന്നില്ല പടം കാണുമ്പോൾ. സെക്കൻഡ് ഹാഫ് പോകെ തന്നെ ഇപ്പം ശരിയാവും, ഇപ്പം ട്രാക്കിൽ കയറും എന്ന് വിചാരിച്ചിരിക്കെ പെട്ടെന്ന് ഒരു മാസ് പാട്ട് വിട്ട് തോക്ക് കൊടുത്ത് വെടിവെച്ച് പടം ക്ലൈമാക്സ് ആവുകയാണ്. ഇത് എന്താ പരിപാടി എന്ന് മനസ്സിലാവുന്നതിന് മുന്നേ പടം തീരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് പടം ഈ ഒരു പോയിന്റിൽ നിർത്തുകയാണെന്ന് വിചാരിക്കുക. അവിടെ വെച്ച് നിർത്തിയിട്ട് കുറെ മൊണ്ടാഷ് ഇങ്ങനെ കാണിക്കും. അവിടെ അത്, ഇവിടെ അത്, അവിടെ മറ്റത് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇതിനെല്ലാം ഉത്തരവുമായി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരും എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ കിങ്ഡം. ഈ പടം തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പോകാമായിരുന്നു എന്നൊരവസ്ഥയിലാവും നമ്മൾ സെക്കൻഡ് ഹാഫിന്റെ പകുതിയോളം കഴിയുമ്പോഴത്തേക്കും. അപ്പോഴാണ് ഇവർ വന്നിട്ട് പറയുന്നത് ഇനിയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ സെക്കൻഡ് ഹാഫിൽ പറയാം. വരാം സെക്കൻഡ് കാണാൻ. പിന്നെ പെർഫോമൻസസിനെ പറ്റി പറയുകയാണെങ്കിൽ വിജയ് ദേവരകൊണ്ട അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പുള്ളിയുടെ മേക്ക് ഓവറും ബോഡിയും മുടി പറ്റ വെട്ടിയ ലുക്കും താടിയും അതെല്ലാം നല്ല രസമുണ്ട് കാണാനും. ഒരു ബൾക്ക് ഫീൽ ഉണ്ടായിരുന്നു. പുള്ളി ചെയ്യുന്ന മാസ് സീൻസ് ഒക്കെ ഇതവനെ കൊണ്ട് പറ്റും എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള സീൻസ് തന്നെയായിരുന്നു. അതിനുവേണ്ടി പുള്ളി ഒരുപാട് മെനക്കെട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് സത്യദേവ്. പുള്ളി അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ വെങ്കടേഷ്, മലയാളികളുടെ വെങ്കി. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പൊളിയായിരുന്നു പുള്ളി പടത്തിൽ.
ആ ഒരു ആറ്റിറ്റ്യൂഡും ലുക്കും എന്താ പറയുക ഡയലോഗ് ഡെലിവറി എല്ലാം ഗംഭീരമായിരുന്നു വെങ്കടേഷ് ഈ സിനിമയിലുടനീളം. സൂപ്പർ പെർഫോമൻസ്. പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു നായിക. പിന്നെ ഇതിന് എനിക്ക് തോന്നിയൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാഗ്യശ്രീ ബോസിനെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരിയെ കൊണ്ടൊരു പാട്ടോ ഡാൻസോ ഒന്നും കൊണ്ടുവന്ന് പടത്തിൻ്റെ ആ ഒരു ഫ്ലോയെ നശിപ്പിച്ചിട്ടില്ല സംവിധായകൻ. അതിൽ നന്ദിയുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇത്തിരി ബോറടിച്ചിരുന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ഭാഗ്യശ്രീയുടെ ഒരു പാട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കൊതിച്ചു പോയി എന്നുള്ളത് സത്യമാണ് കേട്ടോ. ഈ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് മലയാളികളായ ജോമോൻ ടി ജോണും ഗിരീഷ് ഗംഗാധരുമാണ്. ടോപ്പ് നോച്ച് സിനിമാറ്റോഗ്രഫി, ഗംഭീര വിഷ്വൽസ്, അടിപൊളി മേക്കിംഗ് ആണ് പടത്തിൻ്റെ. പിന്നെ അനിരുദ്ധ്, ഞാനീ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫിലുള്ള സീൻസൊക്കെ അടിപൊളിയായിരുന്നെന്നും അതിനെല്ലാം പ്രധാന കാരണം അനിരുദ്ധ്. പുള്ളി എന്താ പറയുക, അനിരുദ്ധാണ് ഈ സിനിമയുടെ ഒരു നട്ടലെന്ന് നമുക്ക് പറയാം. കാരണം പുള്ളി ഒറ്റയ്ക്ക് ഇത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഈ പടം മൊത്തം. BGM ഇട്ട് കത്തിച്ച് കയറ്റിക്കൊണ്ടു പോവുകയാണ് പടം. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഒരു മോശം പടമാണെന്ന് തോന്നില്ല കേട്ടോ കിങ്ഡം. ഒരു മികച്ച സിനിമയൊന്നും അല്ല എന്നുള്ളതേ ഉള്ളൂ, ഒരു മോശം പടമൊന്നും അല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു തവണയൊക്കെ കണ്ടിരിക്കാവുന്ന ഒരു പടം തന്നെയാണ്. അതിനുള്ള സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരുപാട് ഒരു കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട് പടം. അത് നമുക്ക് സ്ക്രീനിൽ കാണാനും പറ്റും. അപ്പം ഒരു മോശം സിനിമയൊന്നുമല്ല, എന്താ പറയുക, കാണാൻ പറ്റുന്ന, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. വേണമെങ്കിൽ ഒരു ആവറേജ് പടമെന്ന് ഒരു ലേബല് നമുക്ക് കൊടുക്കാം കിങ്ഡമിന്. അപ്പോൾ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. സിനിമ കണ്ടിട്ടില്ലാത്തവർ അടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമ കാണുക. അപ്പോൾ മറ്റൊരു റിവ്യൂമായി വീണ്ടും വരാം. ബൈ.